പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് പ്രഭാതം മുതൽ ഞങ്ങളെ ഓരോരുത്തരെയും കരുതലോടെ നയിച്ച പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിന് ഒരുങ്ങുന്ന അവസാനത്തെ ദിവസമായ ഇന്നേ ദിനം ഞങ്ങളെ ഓരോരുത്തരെയും ഈ പുതിയ പെന്തക്കോസ്തായിലേക്ക് വിളിച്ച കാരുണ്യവാനായ കർത്താവേ, ഞാൻ അങ്ങയെ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. പത്രോസിനെയും യോഹന്നാൻ്റെയും മുമ്പിൽ കർത്താവെ, നീ ദൗത്യങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് അവസാനം വീണ്ടും ഒരിക്കൽ കൂടി നീ വരുമെന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നു. നിൻ്റെ വരവിനായി കാത്തിരിക്കും ഞങ്ങളെ ഓരോരുത്തരെയും നിൻ്റെ കൃപകളാൽ നിറച്ച നിൻ്റെ സാന്നിധ്യത്താൽ ഞങ്ങളെ നയിക്കുകയും ശക്തിപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നിൻ്റെ കൃപകളാൽ ഞങ്ങളെ നിറച്ച നിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് നിൻ്റെ മകനായി ജീവിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് നൽകിയ എല്ലാ ഉത്തരവാദിത്തങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റുവാൻ എൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളെ നിറച്ച് ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ തന്നെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കുവാനും മറ്റുള്ളവരുടെ നന്മയിലോ ഉത്തരവാദിത്തങ്ങളോ കൈകടത്താതിരിക്കുവാനും ദൈവകൃപാവരത്തിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞ് നിന്നെ മഹത്വപ്പെടുത്തുവാനും കൃപ നൽകി അനുഗ്രഹിക്കണമേ. ഇതാ കർത്താവെ, നീ തരുന്ന ഓരോ അനുഗ്രഹങ്ങളെയും ഏൽപ്പിക്കുന്ന ഓരോ ഉത്തരവാദിത്തങ്ങളെയും അതിൻ്റെ പൂർണ്ണതയെ നിറവേറ്റുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. ഇന്ന് പ്രഭാതം മുതൽ ഈ നിമിഷം വരെ നീ തന്ന എല്ലാവരെയും, കണ്ടുമുട്ടിയ എല്ലാവരെയും, ഞാൻ ചെയ്ത എല്ലാ ഉത്തരവാദിത്തങ്ങളെയും, നീ ഏൽപ്പിച്ച എല്ലാ കടമകളെയും ഓർത്ത് നന്ദി പറയുന്നു. വീഴ്ചകളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ നിന്നെ വേദനിപ്പിക്കാനിടയായ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ ഏതെങ്കിലും വിധത്തിൽ പാപത്തിൽ ജീവിച്ച അവസരങ്ങളുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. നിൻ്റെ കൃപകളാൽ നിറഞ്ഞ് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തന്ന ഓരോ നിമിഷവും നീ ഞങ്ങൾക്ക് അനുവദിച്ച നിമിഷങ്ങളാണെന്ന് ഞാൻ അറിയുന്നു. ഇതാ കർത്താവെ, ഇന്ന് പ്രാർത്ഥിക്കാനായി കടന്നു വന്ന ഓരോരുത്തരെയും, പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവരെയും, രോഗികളായിട്ടുള്ളവരെയും അസ്വസ്ഥപ്പെടുന്നവരെയും, കാരുണ്യവാനായ കർത്താവെ, തകർച്ചകൾ നേരിടുന്ന എല്ലാ കുടുംബങ്ങളെയും, ഇന്ന് മരണപ്പെട്ട എല്ലാവരെയും നിൻ്റെ കൃപകളാൽ നിറയുന്നതിന് പകരം അത് നഷ്ടപ്പെടുത്തിയ ഓരോരുത്തരെയും ഇതാ നിൻ്റെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാ യുവതി യുവാക്കന്മാർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുമക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ ദമ്പതികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആത്മാവെ, പരിശുദ്ധാത്മാവെ, നിൻ്റെ കൃപ ഇവരുടെ മേൽ ചൊരിഞ്ഞ് ഇവരെ വിശുദ്ധീകരിച്ച് പുതിയ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പുതിയ പെന്തക്കോസ്താനുഭവത്തിലേക്ക് നയിക്കണം. ഞങ്ങൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിൻ്റെ ദാനവരങ്ങളാൽ നിറഞ്ഞ് പുതിയ പെന്തക്കോസ്താനുഭവം ലഭിക്കുവാൻ സ്ലീഹന്മാരെ പോലെ തീനാളങ്ങളുടെ രൂപത്തിൽ അങ്ങേ സ്വീകരിച്ചുകൊണ്ട് കൂടുതൽ ശക്തിയോടുകൂടി തീജ്വാലകളായി മാറി നിന്നെ മഹത്വപ്പെടുത്തുവാൻ കൃപ നൽകണമേ. യൂതന്മാരുടെ രാജാവായ നസറേക്കാരൻ യേശുവെ, പെട്ടെന്നുള്ള മരണത്തിൽ അപകടങ്ങളെ കാത്തുകൊള്ളണമേ. പ്രഭാതത്തിൽ എഴുന്നേറ്റ് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വർഗീയ ദർശനങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന.